ഗൈസ് ഗുഡ് മോർണിംഗ്. അച്ഛന്മാർ ഇന്ന് 8:17 ഇറങ്ങണത്. നമുക്ക് ഇന്നൊരു പേഴ്സണൽ ട്രിപ്പ് വേണ്ട, നമ്മുടെ സബ്സ്ക്രൈബർ മച്ചാൻ ഒരു കോട്ടയം ട്രിപ്പ് വന്നിട്ടുണ്ട്. സോ ഇന്നത്തെ വ്ളോഗിൽ നേരെ കോട്ടയത്തേക്കാണ്. വണ്ടി ഇന്നലെ ട്രിപ്പ് കഴിഞ്ഞ് വന്നിട്ടേ വലിയ അഴുക്കൊന്നുമില്ലടാ ബോഡി. പിന്നെ ഉള്ളിൽ കുറച്ച് അലമ്പായി കിടക്കുന്നുണ്ട്, അതൊന്ന് ക്ലീനപ്പ് അടിച്ച് സെറ്റാക്കട്ടെ. യെസ് ഗൈസ്, അപ്പോൾ വണ്ടി അടിച്ച് സെറ്റാക്കി ഇട്ടിട്ടുണ്ട്. നമുക്ക് നമ്മുടെ മച്ചാനെ പിക്കാടാ. അപ്പോൾ മച്ചാമാരെ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ കൊച്ചി റൈഡ. യെസ്, പോട്ടരാ ടാറ്റ. നമ്മുടെ മച്ചാൻ എനിക്ക് ലൊക്കേഷൻ അയച്ചു തന്നിട്ടുണ്ട് കേട്ടോ. സോ മരടിലാണ്, മരടി പോയാണ് നമ്മൾ പിക്ക് ചെയ്യേണ്ടത്. എയർപോർട്ടിൽ നിന്ന് ഇന്നലെ ലാൻഡ് ചെയ്ത് എയർപോർട്ടിലേക്ക് എന്നോട് വരാൻ പറഞ്ഞു. പക്ഷേ ഒരു 4-5 ബോക്സ് എന്തോ ഉണ്ടായിരുന്നു പുള്ളിക്കാരൻ. അപ്പോൾ പുള്ളി വേറെ ഒരു ഇരട്ടിക്ക എന്തോ എടുത്തിട്ടാണ് പുള്ളി വന്നേക്കണം കേട്ടോ. അതിലേക്ക് കൂടിയാണല്ലോ കാണിക്കണം. നമുക്ക് ഇതിലേക്ക് കൂടി ഇടക്കൊച്ചുവഴി കട്ട് ചെയ്ത് കയറിയാൽ മതി, വെറുതെ കറക്കി കാണിക്കണം. പിന്നെ നമുക്ക് നമ്മുടെ സബ്സ്ക്രൈബർ മച്ചാന്മാർ നമ്മുടെ വീഡിയോ കണ്ടിട്ട് വിളിക്കുമ്പോൾ അവരെയൊക്കെ നമുക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റും. കാരണം അവരെത്ര കമ്പനി ആയതുകൊണ്ടാണ് നമ്മളെ വിളിക്കണത്, നമ്മളെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ് വിളിക്കണതല്ല. സോ മാക്സിമം മച്ചാനും വീഡിയോ എടുത്തോടാൻ പറയുമായിരിക്കും. എനിവേ പുള്ളി സമ്മതിച്ചാൽ നമ്മൾക്ക് ഇതൊരു അടിപൊളി വ്ളോഗായി നേരെ കോട്ടയം വരെ അടിച്ചു പൊളിച്ച് പോവാം. 9 മണിക്ക് എത്താനാണ് പറഞ്ഞേക്കണേട്ടാ. ഇപ്പം 8:37 ജസ്റ്റ് 14 മിനിറ്റ് ദൂരം മാത്രമേ ഉള്ളൂ നമ്മുടെ വീട്ടിൽ നിന്ന് അങ്ങോട്ടേക്ക് കേട്ടോ. കോട്ടയത്തേക്ക് നമ്മുടെ വീഡിയോ കൊണ്ട് കൂടുതൽ ആൾക്കാർ കോട്ടയത്തേക്കാണ് പോയേക്കണേടാ. അപ്പോൾ കോട്ടയം എനിക്കൊരു പ്രിയപ്പെട്ട സ്ഥലമായി മാറിയിരിക്കുന്നു. നല്ല ചെയ്ത് കഴിഞ്ഞാൽ നല്ലത് വരുമെന്ന് ഉറപ്പാണ് വയസ്സ്. അതുകൊണ്ട് എല്ലാവരും നല്ലതിന് മാത്രം പരിശ്രമിക്കാം, രക്ഷപ്പെടും. അല്ലാതെ എവിടെ പോകാൻ. ചീത്ത ചെയ്ത കർമ്മ എന്ന് പറഞ്ഞ സാധനമുണ്ട്, അത് കറങ്ങി തിരിഞ്ഞ് തലേ വന്നിരിക്കും. നൈസായിട്ട് തിന്നും കുടിച്ചും അല്ലേ അയ്യെ ഇങ്ങനെ ഹാപ്പി വൈബിൽ ആഘോഷിക്കുകയും. സെൻറ്റ് മേരീസ് ചർച്ച് ഇടക്കൊച്ചി. ഇന്ന് പെരുന്നാളാണ്ട, അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഈദ് മുബാറക്ക്. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഞാനിങ്ങനെ സ്റ്റോറീസ് ഇടാറുണ്ട്. അതിൽ ആരും എന്നെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടാ. അപ്പോൾ ഒരു മച്ചാൻ എനിക്ക് മെസ്സേജ് അയച്ചേക്കണേ, ബ്രോ ഈ പ്രാവശ്യം എൻ്റെ വീട്ടിൽ കൂടെ ബ്രോ. ഒരാളെങ്കിലും എന്നെ വിളിച്ച് ഗൈസ് പെരുന്നാളിന്. വേറൊരാളെന്നെ വിളിച്ചില്ല കേട്ടോ, ഒരാളാണ് വിളിച്ചത്. സ്റ്റോറീസ് ബൈ ആഷി എന്ന് പറഞ്ഞിട്ട് ഒരു മച്ചാനാണ്. അച്ഛാൻ്റെ നമ്പറൊക്കെ എനിക്ക് അയച്ചു തന്നിട്ട് ബ്രോ ഈ പ്രാവശ്യം എൻ്റെ വീട്ടിൽ കൂടാം. പിന്നെ നമ്മുടെ വീഡിയോയിൽ കാണുന്ന മച്ചാന്മാരൊക്കെ ദുബായിൽ, സൗദിയിൽ, മസ്കറ്റിൽ, ലണ്ടനിലൊക്കെ അല്ലേ അല്ലേ. എങ്ങനെ വിളിക്കാനാണ്, എന്തായാലും നാട്ടിൽ വരുമ്പോൾ വിളിക്കണോടാ, അത് വേറെ കാര്യം. ഓഫ് കോഴ്സ് തീർച്ചയായിട്ടും ഞാൻ വരും. എന്തായാലും ആഷി ബ്രോ താങ്ക് യു സോ മച്ച്. എന്നെ ഈ വർഷത്തെ, അതായത് 2025 അവിടെ എന്താണ് ഈദ് മുബാറക്ക് ക്ഷണിച്ചത് ആഷി ബ്രോയാണ്. അച്ഛൻ 9 മണിയാണ് പറഞ്ഞേക്കണ, 8:50, 10 മിനിറ്റ് മുമ്പ് നമ്മൾ എവിടെയെങ്കിലും എത്തിയിരിക്കുമല്ലോ. സോ ഗൈസ് പോവാം. പിന്നെ ഈ വണ്ടി നമ്മൾ ഏറ്റവും ചെറുതായി പോയി. നമുക്ക് മാക്സിമം എല്ലാ ഓട്ടവും വന്നതും എല്ലാം ഇൻ്റർനാഷണലിൽ നിന്ന് പുറത്തുനിന്ന് വന്ന ആൾക്കാരെ കൂടുതലും നമ്മളെ വിളിച്ചേക്കണത്. സോ ചെറിയ വണ്ടിയായിട്ട് നമുക്ക് ചെറിയ ലഗേജും കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റുള്ളൂ. CNG ട്രേ ഉണ്ട് എൻ്റെ കയ്യിൽ. അത്യാവശ്യം ഒരു 3-4 ബോക്സ് വരെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാം. 2 പേരൊക്കെ ആണെങ്കിൽ ഫ്രണ്ടിലും ഇവിടെയൊക്കെ വെച്ചിട്ടാണ് ഞാൻ കൊണ്ടുകൊണ്ട് പോകുന്നത്. പക്ഷേ ഒരു 5-6 ബോക്സൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ പെട്ടുപോകും നമ്മൾ, മനസ്സിലായോ. ഒരാളെ ഉള്ളതെന്നുണ്ടെങ്കിൽ സീറ്റ് മടക്കിയിട്ടിട്ട് ബാക്കിൽ വെക്കാൻ മതി. പക്ഷേ നമ്മളെ വാഗനറിന് ഒരു പരിമിതി ഉണ്ടല്ലോ, അതാണ് സംഭവം. എനിവേ നമുക്ക് കുറച്ച് പൈസയൊക്കെ ആയി കഴിയുമ്പോൾ ഇരട്ടിക്കലോട്ട് മാറാം. ഇവനെ നമുക്ക് പ്രൈവറ്റ് ആക്കാം.
ടാക്സി ആക്കി റെൻറ്റിന് വിടണ എനിക്ക് താല്പര്യമില്ല. കാരണം റെൻറ്റിനൊക്കെ വിട്ട ആൾക്കാരുടെ അവസ്ഥയൊക്കെ വളരെ ദയനീയമാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് പല വഴിയിലൂടെയും. അതുകൊണ്ട് വണ്ടി റെൻറ്റിനിട്ട് നശിപ്പിച്ചാളെ ഞാൻ ഒരിക്കലല്ല. കാരണം ഇത് നമ്മുടെ മുത്തല്ലേ. എല്ലാവരും നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുക അല്ലേ. എല്ലാവരും രക്ഷപ്പെടാതെ പോകാൻ. റോഡ് ക്ലോസ്ഡ്. എൻ്റെ പൊന്നെ ചീത്ത റോഡാണ്ടത്. നേരെ പോയിട്ട് വേറൊരു റോഡും കൂടി കാണിക്കുന്നുണ്ട്. അതിൽ കൂടി പോയി നോക്കാം. ആ റോഡെ പൊളിച്ചിട്ടേക്കണം. സീൻ ദിസ് വേ ഈസ് വെരി വെരി കൺജസ്റ്റഡ് ആവുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അയ്യോ ഇത് ചെറിയ വഴിയാണോ? ആ സീനില്ല, കയറ്റി നോക്കാം. ചെറുതായിട്ടൊന്ന് മുട്ടിയിട്ട ഫ്രണ്ട്. അയ്യേ ഒട്ടും ഗ്രൗണ്ട് ക്ലിയറൻസ് ഇല്ലാത്ത വണ്ടിയാണത്. എന്തുവാടേ വലിയ വഴിയാണ്ട്. പ്രകാശ് ലൈറ്റ് ആൻഡ് സൗണ്ട്സ്. ഞാൻ ഈ വഴി കൂടി ആദ്യമായിട്ടാണ്. ഇങ്ങോട്ട് ഞാൻ കയറിയിട്ടാണെന്നില്ല. അപ്പുറ സൈഡൊക്കെ പോയിട്ടുണ്ട്. ആ റോട്ടിൽ തന്നെ വന്ന് കയറോട്ടാവാം. പക്ഷെ എന്നാലും കുറച്ച് ഓഫ് റോഡിൽ നിന്ന് ശമനം കിട്ടിയല്ലോ, അത് മതി. ഓഫ് റോഡ് പൊളിച്ച് പണ്ടാല കുത്തിയിട്ട് എങ്ങനെയാ എൻ്റെ പൊന്നെ. വാട്ട് ഈസ് ദിസ്? വളരെ ദയനീയമായ അവസ്ഥയാണല്ലോ. അപ്പുറത്തെ കൂടി വഴിയുണ്ടെങ്കിൽ നമുക്ക് ആ വഴി കൂടി പോകണമായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ആ നമ്മൾ ലൊക്കേഷനിലെത്തിയിടാ. ഇവിടെ എവിടെയോ ഒരു ചെറിയ ഫ്ലാറ്റിലാണ് പുള്ളി ഉള്ളത്. ഇനി പിക്കായിട്ട് ഇനി മച്ചാന വണ്ടി കയറ്റിയിട്ട് ബാക്കി കാണാം. മച്ചാൻ 8:45 മെസ്സേജ് അയച്ചിട്ടാ, ഫെബി ബ്രോ എത്താറായോ? ഞാൻ പറഞ്ഞു ബ്രോ താഴെയുണ്ട്, അത് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഗൈസ് നമ്മുടെ മച്ചാൻ വരാൻ പോവുകയാണ്. എൻ്റെ വണ്ടി വിളിക്കണ എല്ലാവരെയും ഞാൻ ഫേമസ് ആക്കും. എല്ലാവരും ഞാൻ വ്ളോഗിൽ വരുത്തും. നമുക്ക് ഊബറിന് ചെറിയൊരു ലിമിറ്റേഷൻ ഉണ്ട്. മീൻസ് കസ്റ്റമറെ കാണിക്കരുത്, അങ്ങനെയൊക്കെയാണല്ലോ. അപ്പോൾ ഇൻട്രസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ കാണിക്കാം. അപ്പോൾ നമുക്കിത് പേഴ്സണൽ വിളിക്കുന്ന ട്രിപ്പൊക്കെ നമുക്ക് എന്തുകൊണ്ട് കാണിക്കാൻ പോയല്ല, നമ്മൾ കാണിക്കും അല്ലേ. അതുകൊണ്ട് പേഴ്സണൽ വിളിക്കുന്ന ട്രിപ്പൊക്കെ നമുക്ക് എല്ലാവരെയും കാണിക്കാം. അവരും ഹാപ്പിയാണ്, നമ്മൾ ഹാപ്പിയാണ്, വണ്ടിയും ഹാപ്പിയാണ്. ചില്ലായിട്ട് അങ്ങനെ അടിച്ചു പൊളിച്ച് അങ്ങനെ നൈസായിട്ട് പോവാന്ന്. അതെ ഇപ്പൊ നമ്മുടെ മച്ചാന നൈസായിട്ട് പൊക്കിയിടാ. അത് ബാക്കിലോട്ട് വെക്കണോ? ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ? ഇതെന്താ? താങ്ക് യു സോ മച്ച്. ഓക്കെ ആ ബാക്ക് താങ്ക് യു. അപ്പൊ നമുക്ക് പതുക്കെ പോവാലോ, ഈ സൈഡ് പോവാ അല്ലേ? പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? എങ്ങനെ ഉണ്ടായിരുന്നു യാത്ര? യാത്ര ഒക്കെ നല്ലതായിരുന്നു. ഇവിടെ ഇത്തിരി റോഡ്, നിങ്ങൾ ഈ വഴി കൂടിയാണോ വന്നത്? ഇതിലാണല്ലോ വന്നത്. ഇത്തിരി റോഡ് ശോകമാണ്. ഇത് മമ്മിയാണോ? സിസ്റ്ററായിട്ടേ തോന്നുള്ളൂട്ടാ. സിസ്റ്ററാന്ന് ഞാൻ ചെയ്ത് സത്യം. അല്ല എനിക്ക് സിസ്റ്ററായിട്ട് തോന്നിയത് സത്യം. ഓക്കെ ഈ വഴി കൂടി കയറി പോവാം. ആ അവിടെ അല്ലെങ്കിൽ മൊത്തം അവിടെ ഒരു വല്ലാത്തൊരു കയറ്റം. അതെ അതെ, ഞാൻ വന്നതിൽ കൂടിയാണ്. ബാബ സുഖമായിട്ടിരിക്കുന്നു, ഹാപ്പി. അതെ അതെ, ഒരു 4-5 മാസം കൊണ്ടായിട്ടില്ലേ എന്നോട് ചാറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട്? ഏകദേശം 4 മാസം നവംബർ സമയം മുതൽ മെസ്സേജ് അയച്ചിട്ടുണ്ട്.
കൊറേ പേര് മെസ്സേജ് അയക്കുന്നുണ്ട്, മറ്റേ ന്യൂസിലാൻഡിൽ നിന്നൊക്കെ വിളിച്ചിട്ടുണ്ട് മെസ്സേജ്. പക്ഷെ എല്ലാവർക്കും വലിയ വണ്ടിയാണ്. നമുക്കിപ്പോ ബോക്സ് ബ്രോ വന്നപ്പോ ബോക്സ് നമ്മളടുത്ത് വലിയ 2 ബോക്സും കുട്ടി 2 ബോക്സും ഉള്ളത്. ഓക്കെ. എർട്ടിഗയിലാണോ നിങ്ങൾ വന്നത്? ഓക്കെ. ഊബറിലാണ് വിളിച്ചല്ലെങ്കിൽ എയർപോർട്ട് ടാക്സി ആണ്. ഊബറിൽ തന്നെ കോണ്ടാക്ട് ചെയ്യണം. എല്ലാം കൊണ്ട് കറക്റ്റ് ആയിട്ട് എല്ലാം കൊണ്ട്. ഓക്കെ. എർട്ടിഗ തന്നെ വേണ്ടി വരും അല്ലേ? ഡിസൈറിൽ പറ്റില്ലല്ലോ. ഡിസൈറിൽ പറ്റൂല. അതാണ്. ഇതാണ് രഥം. അതെ, ഇതാണ് എന്റെ രഥം. അതെ അതെ. ഞാൻ മമ്മിനോട് പറഞ്ഞ, ഞാൻ എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാറുണ്ട്, ഇങ്ങനെ ഒരാളുണ്ട്. അതെ. നമുക്ക് നേരെ പോവാ. നേരെ ഈ റോഡിൽ കൂടി പോയി കഴിഞ്ഞാലേ ആ ഫുള്ള് ബ്ലോക്കിൽ കിടക്കേണ്ടി വരും. കോട്ടയം ഏത് സൈഡിലേക്ക് നമുക്ക് പോകേണ്ടത്? കലൂര് പള്ളി പോയിട്ടാണോ പോകേണ്ടത്? ഓക്കെ. അപ്പൊ അങ്ങോട്ട് തന്നെ പോകണം. പള്ളി പോയിട്ട് പോവാ. പള്ളിയില് പാർക്കിംഗ് ഫ്രണ്ടിലുണ്ട്. ഇന്നിപ്പോ തിങ്കളാഴ്ച അല്ലേ? നമുക്ക് പാർക്ക് ചെയ്യാം. സീനൊന്നുണ്ടോ? ചൊവ്വാഴ്ച ആണെങ്കിൽ പിന്നെ രക്ഷയില്ല. അതെ. ഞാൻ കോട്ടയത്തേക്കാണെന്ന് വിചാരിച്ചു. ഡയറക്റ്റ് പള്ളി കയറിയിട്ട് പോവാം. അതെ. ഇവിടെ കണ്ണൂരല്ലേ വീട്? കറക്റ്റ് കണ്ണൂർ എവിടെയാ കറക്റ്റ് ആയിട്ട്? ടൗണിൽ തന്നെ. ഞാൻ കണ്ണൂർ ഇതുവരെ വന്നിട്ടില്ല സത്യത്തില്. കണ്ണൂര് താവക്കര എന്ന് പറയും. കണ്ണൂർ റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടടുത്ത് തന്നെയാണ്. അടിപൊളി. പേര് പറഞ്ഞോ? സിബിനാണ്. ബഹ്റിനിലാണ് ജോലി ചെയ്യുന്നത്. 3 വർഷത്തിന് ശേഷമാണ് നാട്ടിലേക്ക് വന്നത്. നേരെ കൊച്ചിയിലേക്ക് തന്നെ വന്നു. കൊച്ചിയിലേക്ക് വന്ന് കൊച്ചി റൈഡറെ മുമ്പേ അറിയാം. അങ്ങനെ പുള്ളിയെ തന്നെ നമുക്കിന്ന് കോട്ടയത്തേക്ക് പോകേണ്ട ആവശ്യമുണ്ട്. അപ്പൊ പുള്ളിയെ വിളിച്ച് സംസാരിച്ച് സെറ്റാക്കി. അതെ. ഇനി ഞങ്ങൾ ചില്ലായിട്ട് നൈസായിട്ട് ആദ്യം പ്രാർത്ഥിക്കാൻ പോയിട്ട് എന്നിട്ട് നേരെ കോട്ടയം. ബോംബെ ടാക്സിന്റെ കളർ അതില് ഇവർക്ക് അറിയില്ലായിരുന്നു. ഇവനറിയത്തില്ല. അപ്പൊ ഞങ്ങൾ ഇന്നലെ ഇങ്ങനെ ഫുഡ് കഴിക്കാൻ പോയി. ഇങ്ങനെ പരതി ഇവൻ പറഞ്ഞു അങ്ങോട്ട് ഷെയ്ഖ് സൽമാൻ റോഡ് ഉണ്ട് എന്നെല്ലാം പറഞ്ഞിട്ട് പോയതാ. അപ്പൊ ഞാൻ പറഞ്ഞു എവിടെയോ ഉണ്ട് ഒരു കാറിനകത്ത് ബസ്സിനകത്ത്. എനിക്ക് പെട്ടെന്ന് അങ്ങ് ഓടി പോയില്ല. എതിര് ഫുഡ് കഴിക്കുന്ന ഒരു സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അതിനകത്ത് ഇരുന്ന് നമുക്ക് കഴിക്കാം. ആ കാറിനകത്ത് ഇരുന്ന് ഭക്ഷണം കഴിക്കാം. റെസ്റ്റോറന്റ്. അങ്ങനെ വഴിയിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോ റോഡ് സൈഡിൽ മഞ്ഞ കളർ കണ്ടപ്പോ ഞാൻ പറഞ്ഞു അത് കാറ്. അപ്പൊ ഞങ്ങള് ചെന്ന് നോക്കുമ്പോ കാറ് ബ്ലാക്ക് മഞ്ഞ അടിച്ചിട്ട് ബാക്കിയല്ലല്ലോ കളർ. അപ്പൊ ഞങ്ങള് കേറി. നല്ല സൂപ്പർ ഫുഡായിരുന്നു. അന്നേരം ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞോണ്ടിരുന്നപ്പോ ഞങ്ങള് പറഞ്ഞു നമുക്ക് KSRTC കൊണ്ടുവന്നിട്ട് ഇവിടെ നിന്ന് ഇതുപോലെ പെയിന്റ് അടിച്ചിട്ട് നല്ല കപ്പയും മീൻ തട്ട് ദോശ ഇതൊക്കെ കൊടുക്കണോ ഇവിടെ? നല്ലൊരു വെറൈറ്റി അല്ലേ? ഷിപ്പിൽ അവിടെ ആരും ചെയ്യണില്ലെന്നോ അങ്ങനെ? പിന്നെ നമുക്ക് KSRTC കൊണ്ടുപോയിക്കൂടെ? പക്ഷെ കുളിച്ചു കളയാനല്ലേ ഉത്സാഹം ചെയ്യാനുള്ളൊരു. അതെ. ഓ നൈസ്. അംബാസഡർ അടിപൊളി. ഇത് കുറെ എണ്ണം ഉണ്ട്. അതിനപ്പുറത്ത് 2 എണ്ണം ഉണ്ട്. അടിപൊളി. ഇത് തന്നെ നമ്മുടെ അംബാസഡർ കൊണ്ടുപോയതാ. ഓക്കെ. പഴയതാന്ന്. അതിന്റെ ഉള്ളിലൊന്നുമില്ല. അതിന്റെ ഉള്ളിൽ AC ഉണ്ട്. അടിപൊളി. AC വെച്ചിട്ട് അതിന്റെ എഞ്ചിന്റെ ഭാഗത്ത് AC വെച്ചിട്ട് ഡോർ ക്ലോസ്ഡ് ആയോ? 4 ഡോറും ക്ലോസ് ചെയ്യാൻ പറ്റും. ഓപ്പൺ ചെയ്ത് സാധാരണ പോലെ ക്ലോസ് ചെയ്യാം. അതിന്റെ ഉള്ളില് പഴയ മോഡല് മറ്റേ തുറക്കുന്ന. ഇവിടെ ഒരു കള്ള് ഷാപ്പ് ഉണ്ട് അതുപോലെ. KSRTC അല്ല ശരിക്കും വെച്ചേക്കണത്. ആ മോഡലില് ചെറിയ ഇങ്ങനെ റെഡിയാക്കി പണിത് എന്നിട്ട് KSRTC എഴുതിയിട്ട് പള്ളിത്തോട് കള്ള് ഷാപ്പ് എന്ന് പറയും. ജസ്റ്റ് ഒന്ന് അടിച്ചു നോക്കിയാൽ മതി. അതേപോലെ ചെയ്തിട്ടുണ്ട് കറക്റ്റായിട്ട്. അവിടെ ഫുഡും ഫാമിലി റെസ്റ്റോറന്റ് ആണ്. അതായിരിക്കും ഫുഡും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഞങ്ങൾ ഇച്ചിരി ഫുഡിന്റെ
ഉണ്ട് ആൾക്കാർ. അല്ലാതെ ഇങ്ങനെ പോയി ഫുഡ് ആർത്തിയോട് വലിച്ച് കയറ്റി കഴിക്കുന്നതല്ല, ആസ്വദിച്ച് കഴിക്കുന്നത്. ഓരോ സ്ഥലങ്ങള് പരതി നടന്ന് അവിടെ ഏത് ഫുഡ് ഇവിടെ ഏത് ഫുഡ് അങ്ങനെ മാറി മാറി. ബ്രോ എന്താ ചെയ്യണ ബഹ്റൈനില്? ബഹ്റൈനില് ഷെയ്ഖിന്റെ കമ്പനിയിലാണ്. അവിടെ ജലാക്ക് എന്ന് പറഞ്ഞിട്ട് ഷെയ്ഖിന്റെ അണ്ടറിലാണ് മിനിസ്ട്രിയിലുള്ള ഷെയ്ഖാണ്. അവരെല്ലാം ഈ ഡിഫൻസ് എല്ലാം കൈകാര്യം ചെയ്യുന്നതെല്ലാം. ഞാൻ താമസിക്കുന്ന അടുത്ത് എന്ന് പറഞ്ഞാൽ ഡിഫൻസ് ഫുള്ള് കവർ ചെയ്തിട്ടുള്ള ഒരു വലിയ ഗാർഡൻ ആണ്. ഗാർഡന്റെ ഉള്ളില് നമ്മുടെ ഓഫീസും കാര്യങ്ങളും ഗേറ്റ് വരെ വരാൻ പറ്റുള്ളൂ ഇവർക്കെല്ലാം. അവിടെ പട്ടാളക്കാരെ ഫുള്ളും. ഈ സമയത്ത് ഇത്തിരി ട്രാഫിക് ആണ്. അതെ, ഇന്ന് വലിയ ട്രാഫിക് ഇല്ലെന്ന് പറയാം. പെരുന്നാളായതുകൊണ്ട് അതാണ് ഞാനും വിചാരിച്ചു ഇങ്ങനെ അല്ല ഈ സമയത്ത്. നമ്മള് അവിടുത്തെ പെരുന്നാൾ ഇന്നലെ കഴിഞ്ഞു. അതെ 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 അതെ, മിനിഞ്ഞാന്നായിരുന്നു ലാസ്റ്റ് നോമ്പ്. അവിടെയൊക്കെ ഭയങ്കര ആഘോഷമായിരിക്കും. അവിടെയൊക്കെ ആഘോഷങ്ങളുണ്ട്. ദുബായിലാണോ ഏറ്റവും വലിയ? അതെ, ഞാൻ ദുബായ് ബഹ്റൈൻ അങ്ങോട്ട് പോയിട്ടില്ല. ഞാൻ ആകെ മലേഷ്യ പിന്നെ മാലദ്വീപ്സ് രണ്ട് സ്ഥലത്ത് പോയിട്ടുള്ളൂ ഇന്റർനാഷണൽ. പയ്യെ പോവും ഞാൻ, ഇനി പതുക്കെ പോവും. ഐലൻഡ് ആണ്, 4 ഭാഗം കടലാണ്. ഏറ്റവും GCCയിലെ ഏറ്റവും ചെറിയ രാജ്യം. അതെ, ആകെ ഒരു ബന്ധമുള്ളത് സൗദി ആയിട്ട് അതും കടലിന്റെ മേലിലോട്ട് ഒരു പാലമാണ്. 22 കിലോമീറ്റർ അറ്റം നീളമുള്ള ഒരു പാലമാണ് സൗദി കോസ്റ്റ് വേ. സിബി മച്ചാനും അമ്മയും കൂടി പ്രാർത്ഥിക്കാൻ സെന്റ് ആന്റണീസ് പ്രേ ഫോർ അസ് നമ്മുടെ കലൂര് പള്ളിയിൽ ഒന്ന് പോകണമെന്ന് പറഞ്ഞ് അപ്പോൾ അവിടെ പ്രാർത്ഥിക്കാൻ വേണ്ടി കയറിയേക്കണാണ്. സോ നമുക്ക് ഇവിടെ വണ്ടി ഇടാൻ പറ്റില്ല, ഇവിടെ പാർക്കിംഗ് ഇല്ല. പോലീസ് വന്നാൽ പണി കിട്ടും. പുണ്യാളാ കാത്തോളേ, എനിക്ക് ഇങ്ങനെ ഒരു സ്ഥലം കിട്ടിയിട്ടാ പാർക്ക്. ആ ഫുട്പാത്തിലോട്ട് കയറ്റി ഇങ്ങനെ നൈസായിട്ട് കയറ്റി ഇങ്ങനെ പാർക്ക് ചെയ്തിട്ട് ഈ കടയുടെ ഫ്രണ്ടിലായിട്ട്. പിന്നെ അവർ പ്രാർത്ഥിച്ചിട്ട് വരട്ടെ, കാരണം നമുക്ക് വണ്ടി ഇട്ടിട്ട് പോകാൻ പറ്റില്ല, അതാണ് സംഭവം. പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്ത് പാർക്കിംഗ് ഉണ്ട്. പിന്നെ അതിൻ്റെ ഉള്ളിൽ കയറാൻ വേണ്ടി നമ്മൾ പിന്നെ കറങ്ങി വരേണ്ടി വരും. തിപ്പി ഞാൻ വിചാരിച്ച ഒരു സൈലൻ്റ് ആയിരിക്കും എന്നാണ് വിചാരിച്ചേട്ടാ, പക്ഷേ വണ്ടി കയറി കഴിഞ്ഞപ്പോൾ നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു, വേറെ മൂഡ്. എന്തൊരു നല്ല സന്തോഷമുണ്ട് കേട്ടോ. നമുക്ക് ഇതേപോലെ കുറേ പേരെ പരിചയപ്പെടാൻ പറ്റുന്നുണ്ട്. ഈ ഫീൽഡിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഉള്ള ഏറ്റവും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ടോ, കുറേ നല്ല നല്ല മനുഷ്യരെ നമുക്ക് പരിചയപ്പെടാൻ പറ്റി. പിന്നെ ഞാൻ ആരെയും ഇതിലേക്ക് വലിച്ചിടൂല കേട്ടോ, കാരണം നമുക്ക് സമ്പാദിക്കാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ സമ്പാദ്യമൊക്കെ ഞാൻ എൻ്റെ ബാക്ക് വീഡിയോ ഒക്കെ എടുത്ത് നോക്കിയാൽ മതി, അത്രയൊക്കെ തന്നെ ഏൺ ചെയ്യാൻ പറ്റണുള്ളൂ കേട്ടോ. അതായത് ഈ ഫീൽഡിലേക്ക് പുതിയതായിട്ട് ഇറങ്ങുന്ന ആൾക്കാരോട് ഞാൻ പറയണതാണ്, എക്സ്പീരിയൻസ് ഒക്കെ ഒപ്പിച്ച് ഈ ഓട്ടോ ഒക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും മൂക്കിൽ പല്ല് വരും, അത്രേ ഉള്ളൂ. അതാണ് സംഭവിക്കണമെന്ന് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ കഴിച്ചിട്ടില്ല? അപ്പോൾ ഇന്നലെ ഫ്ലൈറ്റിൽ നിന്ന് കഴിച്ചതാണ്. അതെ, പിന്നെ അത്താണിന്നൊരു ചായ കുടിച്ച്. ഓക്കെ, ടൗണ് വിട്ടിട്ട് നമുക്ക് എവിടെന്നെങ്കിലും കഴിക്കാം, ടൗണിന്റെ ബഹളം കഴിയട്ടെ. ഓക്കെ, പിന്നെ നേരെ കോട്ടയം പോണ റൂട്ട് അല്ലേ? ഓക്കെ, കോട്ടയത്ത് എവിടെ സ്ഥലം? കോട്ടയം നമ്മളെ ബേക്കർ ജംഗ്ഷന് കുമരകം റോഡിലേക്ക്. കുമരകം റോഡാണല്ലേ? സ്ട്രെയിറ്റ് തന്നെ പോണിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ടാ ഇന്നത്തെ ഒരു ദിവസം ഞാൻ ഇവരുടെ കൂടെ തന്നെ ഉണ്ടാ. ഇവരെ ശരിക്കും ഞാൻ ഡ്രോപ്പ് ഇടാനാണ് പോയത്. പിന്നെ ഞങ്ങൾ സംസാരിച്ചു, അവരെന്തായാലും തിരിച്ച് ഇവിടെ തന്നെയാണ് വരേണ്ടത്. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം നമ്മൾ ഇവരുടെ കൂടെ തന്നെ ഉണ്ടാ. ഫുഡൊക്കെ കഴിച്ചു, മസാല ദോശയും നല്ലൊരു വടയൊക്കെ കഴിച്ചിട്ടാ ശരവണ ഭവനിൽ കയറി. പിന്നെ അവിടെ നിന്ന് ഞങ്ങളിങ്ങനെ കഥയൊക്കെ പറഞ്ഞ് നമ്മളെ മമ്മൂക്ക ജനിച്ച സ്ഥലത്തെത്തിയിട്ടാ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചെമ്പിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ, ചെമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്തെ വീഡിയോ ഇട്ടപ്പോൾ കുറേ പേര് കമൻ്റ് അടിച്ചായിരുന്നു നമ്മുടെ മമ്മൂക്കയുടെ നാടാണെന്നൊക്കെ പറഞ്ഞിട്ട്. ആ സ്ഥലത്തേക്ക് നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ കള്ള് ഷാപ്പൊക്കെ ഉണ്ട് കേട്ടോ കുറേ. പിന്നെ ഇനി ഇവിടെ നിന്ന് നമുക്ക് 1 മണിക്കൂർ 3 മിനിറ്റ് കാണിക്കണത്. ഏകദേശം 37 കിലോമീറ്റർ ദൂരം ഉണ്ട് കേട്ടോ. ഇനി സിബി മച്ചാനും അമ്മയും ഇവിടെ ഇരിക്കണ്ട കേട്ടാ. ഇവിടെയുണ്ട്. ഞങ്ങൾ ഒരു കരിക്ക് കുടിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. നല്ല പ്രവേശമുണ്ട്. ഇപ്പോൾ സമയം 11:30 ഇടാം.
അടിപൊളി. കൂടെ തന്നെ ഉണ്ടാവും അല്ലെ? രണ്ട് മക്കളും. അത് തന്നെ ഭാഗ്യമല്ലേ? അത് പ്ലാവ്. കരിക്ക് കുടിച്ചിട്ടില്ലല്ലേ? അവിടുത്തെ കരിക്ക് എന്തിനുള്ളൂ? വരുന്നത് തന്നെ ഇടുന്ന അങ്ങ് എത്തിയിട്ട് എത്തുന്നത് തന്നെ അവിടെ കൊല്ലം കഴിപ്പാണ്. ആഞ്ഞിലി ചക്ക നോക്കണം. നീ കണ്ടിട്ടുണ്ട് ആഞ്ഞിലി ചക്ക? ഒരു ചക്ക മാങ്ങയൊക്കെ നോക്കി ഇങ്ങനെ പോണേണ്ടൊക്കെ. നാട്ടിൽ ആരോടെല്ലാം പറഞ്ഞു വെച്ചിട്ടുണ്ട്, ഭീഷണിപ്പെടുത്തിയിട്ടാണ് ചക്ക എടുത്ത് വെക്കണം എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഞാൻ എന്നോട് പറഞ്ഞു ഇടുന്നങ്ങ് കണ്ടുപിടിച്ച് വെച്ചോളൂ. നമ്മള് കഴിഞ്ഞ ഡിസംബറിൽ വരുമെന്ന് വിചാരിച്ചിട്ട് അതിന് മുമ്പ് കൊല്ലത്തെ ചക്ക ഫ്രീസറിൽ സൂക്ഷിച്ചു വെച്ചിട്ട് വരുന്നില്ല എന്ന് കണ്ടപ്പോ ചെനച്ച മാങ്ങിയിരുന്നല്ലോ. ഇന്നത്തെ ആൾക്കാരെല്ലാം സൂക്ഷിക്കണേ. അതന്നെ ഉപ്പും മുളകും കൂട്ടി കിട്ടിയാണ്. എന്റെ പല്ല് വിളിക്കുന്നു. ഇതൊക്കെ വെള്ളം വന്ന് അല്ല, അപ്പൊ പുളി എന്ന് പറയുമ്പോ ഇല്ലേ നമ്മുടെ ഈ കവിളിന്റെ ഈ ഭാഗത്തുനിന്ന് ഒരു തരിപ്പ് വരും, വായിൽ വെള്ളം ഇങ്ങനെ കാര്യമെല്ലാം പറയുമ്പോ പിന്നെ മാങ്ങ ഇട്ടാതെ വയ്യ. മാവെല്ലാം ഉണ്ടാവില്ലേ പഴയ തറവാട്ടിൽ കുറേ മാവ്, അത് വേറെ തന്നെ ഒരു രുചിയാ. ആ മാവിന്റെ രുചി ഒന്നും ഇപ്പൊ ഈ തട്ട് വെക്കുന്ന ചെറിയ മാവിന്റെ മാങ്ങൊന്നും. ഇത് മറ്റേ കണ്ണി മാങ്ങ. നല്ല കണ്ണി മാങ്ങയല്ല, ഇത് നല്ല നാടൻ മാങ്ങ. നാട്ടുമാവ് ചെറിയ. ഇതാ ഇത് ഇപ്പൊ അവിടെ കണ്ടത് വേറെ, ഇത് വേറെ. എനിക്കിനി മാങ്ങ വേണം, എനിക്ക് വയ്യ. ഇനി മാങ്ങ ഉപ്പും വേണം. അമ്മാമ്മയുടെ അടുത്ത് ഉണ്ടായാൽ മതിയായിരുന്നല്ലേ. ഈ സൈഡൊക്കെ താമരകൾ നിറഞ്ഞിരിക്കുന്നു. ഞങ്ങൾ ഏകദേശം ഇപ്പോൾ കുമരകം കോട്ടയം റോഡിലൂടെ ഉണ്ടാ പോയിക്കൊണ്ടിരിക്കുന്നത്. കുമരകം എത്തി ഗൈസ്, കുമരകം. അങ്ങനെ നമ്മുടെ സ്ഥലത്തെത്തി ഗൈസ്. അടിപൊളി. ഇത് സത്യത്തിൽ ഇത് കുമരകം അല്ലേ? താഴ്ത്തങ്ങാടി. ആ താഴ്ത്തങ്ങാടി. ഓക്കെ, താഴ്ത്തങ്ങാടിയിലുണ്ടോ വന്നത്. ഇപ്പം ഇവർ തിരിച്ചുകൊണ്ടിട്ടാ നേരെ ഇവരെയും പിക്ക് ചെയ്ത് നേരെ പോവാം. എന്തായാലും കുറച്ച് പോസ്റ്റ് ഉണ്ട് അല്ലേ? കുറച്ച് പോസ്റ്റ് ഉണ്ട്. ഇന്നത്തെ ദിവസം ഇവരുടെപ്പം തന്നെയാണ്. 12:30 മണി ആണോ? അതാണോ? യെസ് ഗൈസ്, അങ്ങനെ വീടെത്തിയിരിക്കുന്നു ഗൈസ്. അവര് വീട്ടിലോട്ട് വിളിച്ചു ഗൈസ്. ഞാൻ നൈസായിട്ട് പൊങ്ങി. ഞാൻ പറഞ്ഞു ഞാനിവിടെ വെയിറ്റ് ചെയ്തോളാന്ന് പറഞ്ഞു. കുഴപ്പമില്ലാന്ന് പറഞ്ഞു. നമുക്ക് അവിടെ പോയി വെയിറ്റ് ചെയ്യാമെന്നു. ഞാൻ ഇവിടുത്തെ കള്ള് ഷാപ്പ് നോക്കി, പക്ഷെ കുറച്ച് ദൂരമുണ്ട് കാണിക്കുന്നത്. പിന്നെ ഉള്ളിൽ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെന്നറിയില്ല. മരത്തിൻ്റെ അടി മാത്രം നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ. നൈസായിട്ട് എവിടെയെങ്കിലും പോയി വല്ല മീൻ കറിയും കൂട്ടി കുറച്ച് ചോറ് തിന്നിട്ട് വരാം. വിശക്കുന്നുണ്ടേ. ഇവിടെ ഒരു വീട്ടിലെ ഊണെന്ന് പറഞ്ഞ ഒരു ചേട്ടൻ്റെ കടയുണ്ട് കേട്ടോ. തൽക്കാലം ഇപ്പം ഇവിടെ നിന്ന് കഴിക്കാം. വണ്ടി ഒന്ന് വളച്ചിട്ട് വരാം, വളവായതുകൊണ്ടേ. ഇവിടെ ഒരു തട്ടുകടയുണ്ട്. ഇവിടെ കഴിക്കാം. ഇവിടെ കയറാം. ഇവിടെ കയറാം. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ടാ. നല്ലൊരു അയില വറുത്തതും അത്യാവശ്യം കുഴപ്പമില്ലാത്ത കൂട്ടാനൊക്കെ ആയിട്ടുള്ള ഒരു സിമ്പിൾ ആൻഡ് ഹമ്പിൾ ഊണ് നൈസായിട്ട് കഴിച്ച്. സ്ഥലങ്ങളൊക്കെ വിൽക്കാനുണ്ട് കേട്ടോ കുറേ. പൈസ കൊന്ന പൂത്തിറക്കണ്ട. അവിടെ ഉണ്ടോ നമ്മുടെ സ്പോട്ട്? കൊന്ന പൂത്തിറക്കണോ? വെയിലായി തുടങ്ങി. ഇങ്ങനെ ഇവിടെ റെസ്റ്റ് എടുത്തോണ്ടിരിക്കണുണ്ടോ. അപ്പോൾ അപ്പുറത്തെ ഈ വീട്ടിലെ ഒരു ചേട്ടൻ വന്നിട്ട് എൻ്റെ അടുത്ത് ഇവിടെ നോ പാർക്കിംഗ് ബോർഡുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച് വണ്ടി എടുത്ത് മാറ്റാൻ പറയാനായിരിക്കും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ അപ്പുറത്തെ വീട്ടിൽ വന്നതാണെന്ന് പറഞ്ഞിട്ടാ. അപ്പോൾ അവർ പറഞ്ഞു കുറേ നേരം ഇവിടെ കിടക്കണതാണ്, ഭക്ഷണം കഴിച്ചാന്ന് ചോദിച്ചാൽ എൻ്റെ അടുത്ത്. ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ അവിടെ പോയി കഴിച്ചു കേട്ടാന്ന് പറഞ്ഞു.
പുള്ളി ഇവിടെ വന്നിരുന്ന് എന്നോട് സംസാരിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ ഭക്ഷണം കഴിച്ചാന്നറിയാൻ വേണ്ടി മോനെ ഒരു കുഴപ്പമില്ല ഇവിടെ തന്നെ വണ്ടി ഇട്ടോട്ടാന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു ചേട്ടൻ്റെ വീടാണെന്ന് ചോദിച്ചപ്പോൾ അല്ല ഞാനിവിടുത്തെ പണിക്കാരനാണ്, മോനിവിടെ വന്ന് കിടക്കണ കുറച്ച് നേരമായിട്ട് കണ്ട് അതുകൊണ്ടാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അവർ 4 മണിക്ക് തിരിച്ചുള്ളൂ എന്ന് പറഞ്ഞു. ഭയങ്കര സന്തോഷമാണ്. അവർ ഭക്ഷണം കഴിച്ചാന്നറിയാൻ പുള്ളി അവിടെ നിന്ന് ഓടി ഇവിടെ വന്ന് എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ഇവിടെ തന്നെ ഇട്ടോ ഒരു കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു പുള്ളി. എന്താണല്ലേ ഭയങ്കര ഇതുപോലത്തെ മനുഷ്യരൊക്കെ ഇപ്പോഴും അല്ലേ അപൂർവങ്ങളിൽ അപൂർവം കുറച്ച് ആൾക്കാരെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കുമല്ലോ. ഭക്ഷണം കഴിച്ചാന്ന് ഒരു പരിചയമില്ലാത്ത എൻ്റെ അടുത്ത് വന്നിട്ട് ഭക്ഷണം കഴിച്ചാന്ന് ചോദിക്കണത് എൻ്റെ പൊന്നെ നല്ല സ്നേഹമുള്ള മനുഷ്യൻ. പോണേ മുമ്പ് ഞാൻ ആ ചേട്ടനെ കാണിച്ചു തരാം. ആ ചേട്ടൻ ഇതിലെ കൂടി വല്ല നടക്കണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഒരു പണിക്കാരനാണ് ഇവിടെ എന്തോ പണിയെടുക്കണം ആ ചേട്ടനാണ് കേട്ടോ. പുള്ളിയുടെ ബൈക്കായി സൈഡിലിരിക്കണം. എനിവേ താങ്ക് യു സോ മച്ച്. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗൂഗിൾ പേ നമ്പർ പറയാം. 97 PS അതന്നെ ഉള്ള ഓർഡർ എടുത്തിട്ടുണ്ട്. അടിക്കാനുള്ളതാണെങ്കിൽ അടിക്കും. പോസ്റ്റ് അടിച്ച് മരിച്ചു കൈസ്. 3:12 ആയിട്ടാ. അയ്യോ 12:50 എത്തിയതാ. ഇത്ര നേരം പോസ്റ്റ് അടിച്ച് ഒട്ടും വയ്യ. ടയർഡായി ജലദോഷം അടിച്ചെന്ന് അതാ പ്രശ്നം. ഇവിടെ പമ്പ് നോക്കിയിട്ട് കണ്ടില്ല കൈസ്. ഞാൻ അവിടെ ചെന്ന് യൂറിനേറ്റ് ചെയ്ത്. ഒരു പറമ്പുണ്ടായിരുന്നു, ആ പറമ്പിൽ കയറി കുറച്ച് നേരം ഇവിടെ നിൽക്കാം. ഈ മീനച്ചിൽ റിവറിൻ്റെ സൈഡിൽ നിൽക്കാം. തുറന്നിടാം. ചൂടെടുത്തിട്ട് രക്ഷ തേങ്ങ വീഴോ സീനില്ല. ഈ കടയിൽ കയറി ഞാൻ ഒരു ചായയും കുടിച്ച് ഒരു മുളകും കഴിച്ച് ഒരു പഴംപൊരിയും കഴിച്ച് വിത്ത് ചമ്മന്തിട്ടാ. ഇപ്പം എന്നെ സിബി വിളിച്ചായിരുന്നിട്ടാ. ബ്രോ അവിടെ വാ ബ്രോ ചായ കുടിക്കാം ബ്രോ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചായിരുന്നിട്ടാ. ആ കാണുന്ന വീടാ. ഞാൻ പറഞ്ഞു ഞാൻ ചായ കുടിച്ചു ബ്രോ. സമ്മതിക്കള്ള വിളിച്ചോണ്ട് തന്നെ ഇരിക്കണായിരുന്നു. ഞാൻ പോയില്ല. ഞാൻ പോയില്ല ഗൈസ്. 52 മിനിറ്റ് കാണിക്കണ്ട ബ്രോ. ചേർത്തല വരെ 52 മിനിറ്റ് കാണിക്കണം. നമുക്ക് ഇവിടെ നിന്ന് ഡയറക്റ്റ് കുണ്ടന്നൂരിലേക്ക് എത്ര മിനിറ്റ് കാണിക്കണ്ടെന്ന് നോക്കിയിട്ട് 1 മണിക്കൂർ 44 മിനിറ്റ് കാണിക്കണ്ട. 1 മണിക്കൂർ ചേർത്തലേക്ക് മാത്രം കാണിക്കുന്നുണ്ട്. കുമരകം നമ്മ വന്ന വഴി. അല്ല ഈ കാണിക്കണ നമ്മ വന്ന വഴിയല്ല. ആ ഇത് ഞാൻ പറഞ്ഞ വഴി. ഇത് മതി. ഇത് നല്ല വഴിയാ. മറ്റേ ബണ്ട് നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് നേരെ ഒരു ബാക്ക് സൈഡ് പൂച്ചാക്കൽ വഴി ഒരു വഴിയുണ്ട്. അവിടെ കിട്ടണേ. ഇതിപ്പോ അമ്മമ്മയുടെ വീട്ടിൽ നിന്ന് കുറച്ചോ ഗുണമുള്ള സാധനം. ആ കൊള്ളാം. അടിപൊളി. മാങ്ങ ഇല്ലാണ്ട് പണി. ഞാനും ആലോചിക്കണായിരുന്നു മാങ്ങ കിട്ടിയില്ലല്ലോ ദൈവം. എന്റെ ദൈവം ബംഗാളി ചേട്ടനാ. കിട്ടിയില്ലേ? അത് കിട്ടി. അവൻ വെറുതെ ഒരു ആവശ്യമില്ലാണ്ട് ചാടിയൊക്കെ വെറുതെ. ബസ്സിലെ ഡ്രൈവർ അറിഞ്ഞിട്ട് പോലൂല. ഒരാള് ബസ്സിൽ നിന്ന് പോയി. പൈപ്പ് തലേവന്ന് അടിച്ചോണ്ടിരുന്നെങ്കിൽ തീർന്നു. ആരും പറഞ്ഞിട്ടില്ല ബസ്സില. എന്നിട്ട് അവൻ ചിരിക്കണ്. ചമ്മിപ്പോയേ. ഇപ്പൊ സമയം 4:45 പക്ഷേ 6:45. പരിപാടിയെല്ലാം കഴിഞ്ഞ് നമ്മൾ എത്തിയപ്പോൾ 6:45. അങ്ങനെ ഇവരെ ഞാൻ ഡ്രോപ്പ് ആക്കാൻ സമയമായിരിക്കുന്നു. വച്ചാനെ ഹാപ്പി അല്ലേ? വളരെ ഹാപ്പിയാണ്. അതെ. ഇനി പോണെന്നുള്ള തീരുമാനം
മുമ്പേ ഉള്ളതായിരുന്നു. അപ്പൊ മുമ്പേ തീരുമാനിച്ചതായിരുന്നു. എന്തായാലും നടന്ന് കുറച്ച് നേരം പോസ്റ്റ് അടിക്കേണ്ടി വന്ന്. പോസ്റ്റ് ഒന്നും ഒരു വിഷയമില്ല. അങ്ങനെ ഇവര് ഇന്ന് രാത്രി 8 മണിക്ക് തന്നെ എറണാകുളം വിട്ട് നേരെ കണ്ണൂരേക്ക് പോണേണ്. പപ്പക്ക് സർപ്രൈസ് ചെയ്യാൻ വേണ്ടി പോണേണ് അല്ലേ? പപ്പ അറിഞ്ഞിട്ടില്ല ഇവര് കേരളത്തിൽ വന്ന് ലാൻഡ് ചെയ്തേക്കണത്. പിന്നെ രാവിലെ പപ്പേനെ സർപ്രൈസ് ചെയ്യും. അപ്പൊ പപ്പയുടെ പേരെന്താണ്? പപ്പയുടെ പേര് കുറച്ച് യൂബർട്ട് ജോൺസൺ എന്നാണ്. യൂബർട്ട് ജോൺസൺ. അപ്പൊ അങ്കിളെ അടിപൊളി വ്ളോഗിൽ കാണാം. അതെ സർപ്രൈസ്. എന്തായാലും ഹാപ്പി ആയിട്ടിരിക്കുക. താങ്ക് യു. അതെ താങ്ക് യു. ഇനി അവരെ ഡ്രോപ്പ് ആക്കുന്നു. എന്നിട്ട് ഞാനിന്ന് നേരെ വീട്ടിൽ പോയി കിടന്നുറക്കാൻ പാടില്ല. എന്റെ ഇന്നത്തെ ഡ്യൂട്ടി കഴിഞ്ഞിരിക്കുന്നു ഗൈസ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. തണുത്ത് വെച്ചിരിക്കുന്നു. തണുത്ത് പോയി. ഓക്കെ അപ്പൊ പപ്പൻ്റെ അടുത്ത് അന്വേഷണം പറയണം കേട്ടോ. അതെ നൈസ്. ഇനി നേരെ വീട്ടിലേക്കാ. ഓക്കെ റെസ്റ്റ് എടുത്തോ. ഇനി ഉറങ്ങിക്കോളന്ന്. അറേഞ്ച് ചെയ്ത് തരാം. വണ്ടി സെറ്റാക്കി തരാം. ഓക്കെ ഗൈസ്. സിബി മച്ചാൻ നമ്മൾ വിചാരിച്ച പോലെ അല്ലടാ. ഭയങ്കര പഞ്ചമാവണ്ട. അമ്മയും അടിപൊളി. പക്ഷെ എൻ്റെ പൊന്നെ എന്താ പറയാൻ എനിക്ക് വാക്കുകളില്ല സത്യത്തിൽ. ഭയങ്കര ദൈവാനുഗ്രഹമുള്ള വണ്ടിയാണ് ഗൈസ് ഇത്. കാരണം നമ്മുടെ വണ്ടിയിൽ കയറുന്നവരൊക്കെ അത്ര സ്നേഹമുള്ള ആൾക്കാരാണ്. സിബി മച്ചാൻ പോയി. എനിവേ താങ്ക്സ് സിബി മച്ചാനെ. മച്ചാൻ എനിക്കൊരു നമുക്ക് പറഞ്ഞ റേറ്റ് രാവിലെ തൊട്ടുള്ള റേറ്റും കിട്ടി. പിന്നെ മച്ചാൻ എനിക്കൊരു നോട്ട് എടുക്കുന്നുണ്ടല്ലേ. ഇത് പറഞ്ഞു ബ്രോ ഇതെൻ്റെ ടിപ്പാണെന്ന് പറഞ്ഞിട്ടാ. ഇത് വെച്ചോന്ന് പറഞ്ഞ അടുത്ത്. ഞാൻ പറഞ്ഞു ബ്രോ എന്താണ് ടിപ്പാണെന്ന് വെച്ചു. അപ്പോൾ ആ ബ്രോ ടിപ്പാണെന്ന് പറഞ്ഞു. അപ്പോൾ മച്ചാൻ എനിക്കൊരു നോട്ട് തന്നിട്ടാ ഞാൻ കാണിച്ചു തരാം. ലൈറ്റില്ല അവിടെ. എനിക്ക് കിട്ടിയ ടിപ്പാണ്ട് 5 ദിനാർ. ഇത് മച്ചാൻ എൻ്റെ അടുത്ത് പറഞ്ഞു നീ ടിപ്പായിട്ട് വെച്ചോന്ന് പറഞ്ഞു. എനിക്ക് തന്നതാ. എന്താ ഫസ്റ്റ് ടൈം ദിനാർ എനിക്ക് സിബി മച്ചാൻ തന്നിരിക്കുന്നു. പിന്നെ മച്ചാൻ വേറെ ഗിഫ്റ്റ് തന്നിട്ട് എനിക്ക്. പുള്ളി ഒരു 4-5 മാസമായിട്ട് എനിക്ക് മെസ്സേജ് അയക്കാനുള്ള. നമ്മുടെ വണ്ടി എടുത്തിട്ട് എനിക്ക് ആദ്യമായിട്ടാണ് ഒരാൾ ഗിഫ്റ്റ് തന്നേട്ടാ. അത് നമ്മുടെ ഈദംബാബുക്ക് ഒരു കുഞ്ഞി ഡ്രസ്സാണ്ടാ പുള്ളി കൊണ്ടുവന്നത്. അടിപൊളി. ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല ഇങ്ങനെ സർപ്രൈസ് ആയിട്ട് ഗിഫ്റ്റും. നമ്മുടെ വണ്ടി വിളിച്ച് ഇത്രയും ദൂരം കോട്ടയത്തൊക്കെ പോയി തിരിച്ച് വന്ന് പുള്ളി എൻ്റെ അടുത്ത് ചോദിച്ചു എന്നെ ഡ്രോപ്പ് ഇട്ടിട്ട് പൊയ്ക്കോന്ന് പറഞ്ഞായിരുന്നു. പിന്നെ എനിക്ക് അവരോട് പറയണമെന്നുണ്ടായിരുന്നു ബ്രോ എന്തായാലും ഞാൻ അപ്പ് ആൻഡ് ഡൗൺ റേറ്റാണ് മേടിക്കണമല്ലോ. ഞാൻ വെയിറ്റ് ചെയ്തോളാം ബ്രോ സീനില്ലാന്ന് എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു. അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് ഇങ്ങോട്ട് ചോദിച്ചു ബ്രോ ഒന്ന് വെയിറ്റ് ചെയ്യൂ, ഞങ്ങളും തിരിച്ച് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾ ഇനി ട്രെയിനൊക്കെ കയറി വരണ്ടേന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഒന്നും ടെൻഷൻ അടിക്കണ, ഞാൻ നിങ്ങൾ പറയണ പോലെ തന്നെ വെയിറ്റ് ചെയ്തോളാം. നോ സീൻ. അവരെ ഹാപ്പി ആക്കി തന്നെ നമ്മൾ വിട്ടിട്ടാ. സേഫായിരുന്നു, നല്ല സേഫായിട്ട് നമ്മൾ കൊണ്ടുവന്നാക്കി ഗൈസ്. എന്തായാലും സിബി മച്ചാനെ ലവ് യു. പിന്നെ സിബി മച്ചാനും അമ്മയും ഒരു രക്ഷയില്ലടാ. അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. നമ്മൾ നല്ലൊരു സത്യത്തിൽ എൻ്റെ ഒരു ഫാമിലി വണ്ടി കയറി അങ്ങ് ആഘോഷിച്ച് ഹാപ്പി ആയിട്ട് പോകുന്ന ഒരു ടൂറ് പോയി വന്ന ഫീല് സത്യം. അപ്പോൾ അമ്മ പറഞ്ഞ്, സിബി മച്ചാൻ്റെ അമ്മ പറഞ്ഞേ എന്താണ് വണ്ടി കയറിയവരും വണ്ടിയിൽ ഇരിക്കണവനും എല്ലാം കണക്കാണല്ലോ എന്ന് പറഞ്ഞ്. എങ്ങനെ നമ്മ കഥ പറഞ്ഞു തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ നിർത്തൂലല്ലോ. അതപ്പോൾ മേഡത്തിന് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടാ. മേഡം എൻ്റെ അടുത്ത് പറഞ്ഞ് കണ്ണൂര് അടുത്ത മാസം 31-ാം തീയതി വരെ ഉണ്ടാവും. അപ്പോൾ കണ്ണൂർ വരുമ്പോൾ തീർച്ചയായിട്ടും വീട്ടിൽ വരണം, ഒരു ദിവസം ഫുഡൊക്കെ കഴിക്കാം, അവിടുത്തെ അടിപൊളിയാണ്, ഫുഡൊക്കെ വെച്ച് തരാം, വരണം ഫെബിൻ വരണം, ഫാമിലി ആയിട്ട് വരണമെന്നൊക്കെ പറഞ്ഞ് എന്നെ ക്ഷണിച്ചിട്ടാ. അല്ലേ, ഒന്ന് ആലോചിച്ച് നോക്കിയേ, എവിടെ കിടന്നു വെച്ചാൽ ആൾക്കാരാണ്, ബഹ്റൈനിൽ കിടന്നു വെച്ചതാ. കൊച്ചിയിൽ വന്ന് അവർക്ക് ജസ്റ്റ് ഒന്ന് അമ്മാമ്മയുടെ വീട്ടിൽ പോകാൻ എൻ്റെ വണ്ടി വിളിച്ച്, അവർക്ക് എയർപോർട്ടിൽ നിന്ന് തന്നെ പിക്കാൻ വേണ്ടി വിളിച്ചതാണ്. പക്ഷേ 4 വലിയ ലഗേജസ് ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മുടെ വണ്ടിയിൽ പറ്റിയില്ല. എന്നാലും അവർ ലഗേജ് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് എൻ്റെ ഒപ്പം ഒന്ന് കറങ്ങാൻ വേണ്ടി
എന്നിട്ട് എൻ്റെ വണ്ടി വിളിച്ച് ലഗേജ് കൊണ്ടുവന്ന് ഒരു കൂട്ടുകാരൻ്റെ വീട്ടിൽ വെച്ച്, കൂട്ടുകാരൻ്റെ വീടാണത്, ഇത് അവരുടെ വീടല്ല, സിബി മച്ചാൻ്റെ ഒരു കൂട്ടുകാരൻ്റെ വീടാണ്. അപ്പോൾ ആ സിബി മച്ചാൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിൽ വെച്ചിട്ട് അവിടെ നിന്ന് എൻ്റെ വണ്ടി വിളിച്ച്, അതായത് ഇന്ന് രാവിലെ 5 മണിക്ക് വന്ന്, അവർ ഉറങ്ങിയിട്ടില്ല അവർ. എന്നിട്ട് എൻ്റെ വണ്ടി വിളിച്ചിട്ടാണ് അമ്മാമ്മയുടെ അടുത്ത് പോയത്. അപ്പോൾ അവിടെ പോയി അവിടെ ഹാപ്പിയായി. മാങ്ങയില്ല, മാങ്ങ തിന്നണമെന്ന് ആഗ്രഹിച്ചിട്ട് മാങ്ങ വരെ എനിക്ക് പറിച്ചുകൊണ്ടോന്ന് ഗൈസ്. എനിക്കതൊക്കെ കണ്ട ഭയങ്കര ഒരു സീനായി. ഹാപ്പി ആയിരുന്നു, നല്ലൊരു ഹാപ്പി മൂമെൻറ്റ്സ് ആയിരുന്നു കേട്ടോ ഇന്നത്തെ ദിവസം. ഇന്ന് എനിക്ക് കുറേ ഇതുണ്ടായിരുന്നു, കുറേ പരിപാടികളുണ്ടായിരുന്നു. ഞാനതെല്ലാം മാറ്റി വെച്ചത് ഒരു നല്ലതിന് വേണ്ടിയാണെന്ന് എനിക്കിന്ന് മനസ്സിലായി ഗൈസ്. സോ അതിലും ബെറ്റർ ആയിട്ടുള്ള ഒരു ദിവസം എനിക്ക് ഇന്നത്തെ അവരുടെ ഒപ്പം നിന്നപ്പോൾ കിട്ടിയായിരുന്നു. അതിലും ബെറ്റർ ആയിട്ടുള്ള ദിവസം ആയിരുന്നില്ല എനിക്ക് ഇന്ന് കിട്ടിയത് അവരുടെ ഒപ്പം നിന്നപ്പോൾ. ഗൈസ് എടക്കൊച്ചിയിലെ വെടിക്കെട്ടോ നിങ്ങൾ? അതിപ്പോൾ കാണാട്ടാ, സൂക്ഷിച്ച് നോക്കിയാൽ മതി. പൊളി പൊളി.